ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കൂട്ടാനൊന്നുമില്ല. അപ്പം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് തട്ടിക്കൂട്ടി എന്തുണ്ടാക്കാൻ വിചാരിച്ച് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ തക്കാളി കിട്ടി. അപ്പോൾ തക്കാളി വെച്ച് തക്കാളി താളിപ്പ് ഉണ്ടാക്കാൻ വിചാരിച്ചു. തക്കാളി താളിപ്പ് ഉണ്ടാക്കാൻ തക്കാളിയും പച്ചമുളകും ഒരു ചെറുള്ളിയും കുറച്ച് കഞ്ഞിവെള്ളം ഉപ്പും മതി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പപ്പണി അതാണ്. അപ്പം അതാണ് ഞാൻ ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഫുഡ് കൂട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം എണ്ണ പറഞ്ഞ അതിലേക്ക് ചെറുള്ളി ഇട്ട് അതൊന്ന് വാടി വന്നപ്പോൾ തക്കാളിയും പച്ചമുളകും ഇട്ട് വഴറ്റിയെടുത്ത് അതൊന്ന് ഉടഞ്ഞ് കിട്ടണം. ഉപ്പിട്ടിട്ട് നല്ലോണം അടിച്ചേച്ച് വേവിച്ച് അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കഞ്ഞിവെള്ളം പാർന്ന് കഞ്ഞിവെള്ളം പറഞ്ഞാൽ നമ്മൾ ചോറുണ്ടാക്കിയിട്ട് ഊറ്റി വെക്കുന്ന സാധനമല്ലേ ആ വെള്ളം കഞ്ഞിവെള്ളം പാർന്ന് തിളപ്പിച്ചെടുക്കുക. ഇത്ര സിമ്പിളായിട്ടൊരു കറി ഉണ്ടാക്കാൻ കഴിയും. ഇതാണ് ഇന്ന് ഉച്ചയ്ക്ക് കുട്ടികളുടെ കറി. ഈ കറി തന്നെ പല വിധത്തിലുണ്ട് കേട്ടോ. ഞാനിപ്പോൾ തക്കാളി വെച്ചിട്ടാണ് ഈ താളിപ്പ് ഉണ്ടാക്കിയത്. ഇതിന് പകരം പപ്പടം വെച്ചിട്ടും വെള്ളരി വെച്ചിട്ടും മുരിങ്ങ വെച്ചിട്ടും ഒക്കെ ഇതേപോലെ താളിപ്പ് ഉണ്ടാക്കാറുണ്ട്. എൻ്റെ നാട്ടിൽ ഇതിനെ താളിപ്പ് എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കറി മാത്രം ഉണ്ടായാൽ ഫുഡ് കഴിക്കാനോ സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് സൈഡ് ഡിഷ് ആയിട്ട് എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുക്കാൻ മീൻസ് ഫ്രഞ്ച് ഫ്രൈസ് എന്നൊക്കെ പറയും. ഞാൻ കുറച്ച് എരിവും പൊടിയും കിട്ടാനായിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് സുർക്കയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി പറഞ്ഞിട്ട് കുഴച്ച് ഒരു പൊരിയായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞാൻ മീൻ പൊരിച്ചതിനെ പോലെ കുറച്ച് എണ്ണയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്നല്ല ഇതിന് പറയാം. അങ്ങനെയാണ് ചെയ്തെടുത്തത്. റോസ്റ്റ് ചെയ്തെടുക്കാമെന്നോ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാമെന്നോ അങ്ങനെ എന്തോ ആണ്. ഇതാ തിരിച്ച് മറിച്ചിട്ടായിട്ട് പൊരിച്ചെടുത്ത് ഇത് കൂട്ടി ഇന്ന് ഉച്ചയ്ക്ക് ചോറിന്ന്. ഇവിടെ ഒരു കാര്യമുണ്ട്, ചോറ് കൂട്ടാൻ ഉരുളക്കിഴങ്ങ് ഉണ്ടായില്ല. അപ്പോൾ അതിന് ഞാൻ ഒന്ന് തിന്ന് പണിയൊക്കെ അതിൻ്റെ ഇടയിൽ ഓരോന്ന് തിന്ന് അത് തീർന്നു. അപ്പോൾ ചോറ് കൂട്ടാൻ വീണ്ടും പോയിട്ട് മുട്ട വാങ്ങി പൊരിച്ചേണ്ടി വന്ന്. അതൊക്കെയാണ് ഇന്ന് ചോറ് കൂട്ടാണ്ടായിനി.